ഹേയ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിൽ മിക്കവരുടെയും ഒരു പരാതിയാണ്, എത്ര പണിയെടുത്താലും ഒന്നിനും സമയം കിട്ടുന്നില്ല, കയ്യിൽ പണം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനവുമില്ല എന്നുള്ളത്. എന്താണ് ഇതിനൊരു പരിഹാരം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിന് പുലർക്കാലങ്ങളിൽ ബർക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. എന്താണ് ഈ ബർക്കത്ത്? എപ്പോഴാണ് ഇത് നമുക്ക് കിട്ടുക? അത് പുലർച്ചെ 4 മണിക്ക് ഉറക്കമുണരുന്നതിലൂടെയാണ്. ഇത് വെറുമൊരു മോട്ടിവേഷൻ അല്ല, നമ്മുടെ ജീവിതം അടിമുടി മാറ്റാനുള്ള ഒരു ഫോർമുലയാണ്. ആദ്യത്തെ കാര്യം മനസ്സമാധാനമാണ്. പകൽ സമയം നമ്മുടെ മനസ്സൊരു ചന്ത പോലെയാണ്. കുട്ടികളുടെ ബഹളം, ജോലിയുടെ ടെൻഷന്, ഫോൺ കോളുകൾ, മറ്റു പല സ്ട്രെസ്സുകൾ. ഇതിനിടയിൽ സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. എന്നാൽ പുലർച്ചെ 4 മണിക്ക് ലോകം ഉറങ്ങുമ്പോൾ നിങ്ങൾ മാത്രം ഉണർന്നിരിക്കുന്ന ആ ഒരു സമയം പടച്ചവനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സങ്കടങ്ങളും ആരോടും പറയാതെ അള്ളാഹുവിനോട് മാത്രം പറയുന്ന ആ ഒരു സമയം, അത് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് പകൽ മുഴുവൻ നമുക്ക് കരുത്ത് നൽകും. ടെൻഷൻ ഇല്ലാത്ത മനസ്സിന് മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം പ്ലാനിംഗ് ആണ്. നമ്മൾ പലപ്പോഴും ഉണരുന്നത് തന്നെ ഒരു തോൽവിയോടെയാണ്. അലാറം അടിച്ചാൽ 5 മിനിറ്റ് കൂടി ഉറങ്ങാമെന്ന് കരുതിയിട്ട് അത് സ്നൂസ് ചെയ്യും. അവിടെയാണ് നമ്മൾ തോറ്റു പോകുന്നത്. അതിന് പകരം കൃത്യസമയത്ത് എഴുന്നേറ്റ് അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ഡയറിയിൽ എഴുതി വെക്കുക. ഇതിനെ നമുക്ക് നിയത്ത് എന്ന് വിളിക്കാം. എനിക്ക് ഇന്ന് ഇത്ര ജോലി തീർക്കണം, ഇന്ന് ആരോടും ദേഷ്യപ്പെടില്ല, ആരോടും വഴക്കു കൂടില്ല, ഇത്ര രൂപ സമ്പാദിക്കണം. ഇങ്ങനെ പ്ലാൻ ചെയ്താൽ നമ്മുടെ മനസ്സ് അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. വെറുതെ പണിയെടുക്കുന്നതും പ്ലാൻ ചെയ്ത് പണിയെടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ കാര്യം ഐശ്വര്യം അഥവാ ബറക്കത്താണ്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങരുത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം അന്നത്തെ ഭക്ഷണത്തിനുള്ള റിസ്ക് അള്ളാഹു വീതിച്ചു നൽകുന്ന സമയമാണത്. മറ്റുള്ളവരെ 8 മണിക്ക് എഴുന്നേറ്റ് തിരക്ക് കൂട്ടുമ്പോൾ നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് പ്രധാനപ്പെട്ട ജോലികൾ തീർക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെക്കാൾ 4 മണിക്കൂർ നിങ്ങൾ മുൻപിലായി. ഈ 4 മണിക്കൂർ നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിയിലോ വലിയ പുരോഗതി ഉണ്ടാകും. പണം വരുന്നത് അധ്വാനത്തിലൂടെ മാത്രമല്ല, അത് കൃത്യസമയത്ത് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ബർക്കത്തിലൂടെ കൂടിയാണ്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും രാവിലെ നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്ലാനിങ്ങോടെ ചെയ്യണം എന്നൊക്കെ. പക്ഷെങ്കിൽ നമ്മൾ ഉറക്ക കാരണം അതിന് നമുക്ക് സാധിക്കാറേ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നല്ല നിയത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് രീതികളുണ്ട്, ശീലങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാത്രി കിടക്കുമ്പോൾ ഫോൺ ഒഴിവാക്കുക, നേരത്തെ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വുളൂ ചെയ്ത് നല്ല നിയത്തോട് കൂടിയിട്ട് എനിക്ക് രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കണം എന്ന നിയത്തോട് കൂടിയിട്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. അലാറം അടിച്ചാൽ പെട്ടെന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് കഴിഞ്ഞ് എഴുന്നേൽക്കാം എന്ന് കരുതിയിട്ട് അലാറം സ്നൂസ് ചെയ്തിട്ട് കിടക്കുന്ന ഒരു ശീലം ഒഴിവാക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞ് അള്ളാഹിനോട് പുതിയൊരു പുലരി തന്ന അള്ളാഹിനോട് നന്ദി പറഞ്ഞ് എഴുന്നേൽക്കുക. ആദ്യത്തെ 21 ദിവസം പ്രയാസം തോന്നും. അത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് മാറും. നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, പ്രകൃതിയോടും പടച്ചോൻ്റെ നിയമങ്ങളോടും ചേർന്ന് ജീവിക്കണം. നാളെ മുതൽ ആ 4 മണിയുടെ ഭാഗ്യം എനിക്കും വേണമെന്ന് കരുതിയിട്ട് നിയത്തോടെ ഉറങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.